ജമാഅത്തെ ഇസ്ലാമിയുടെയും സോളിഡാരിറ്റിയുടെയും ഒക്കെ പണി ഈ പൊട്ടിത്തെറിക്കാൻ പോകുന്നവന്മാരെ വെള്ളപൂശലാണ്. അത് നമുക്ക് എത്രയോ കാലഘട്ടമായിട്ട് അറിയാം. ഇപ്പോൾ പുതിയ എന്ത് തന്ത്രമാണ് ഇതിനായി ഇവർ ഉപയോഗിക്കുന്നത്? അതാണ് നമുക്കറിയേണ്ടത്. പറയും. ഗൗതം, ജമാഅത്തെ ഇസ്ലാമി എന്ന മതരാഷ്ട്രവാദികളായിട്ടുള്ള മതവർഗീയവാദികളായിട്ടുള്ള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിഭാഗമാണ് സോളിഡാരിറ്റി യൂത്ത് വിഭാഗം. ഈ സോളിഡാരിറ്റിയാണ് ഇപ്പോൾ പുതിയ നീക്കവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇവർ വലിയ രീതിയിൽ ഒരു സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിനിടയിലും വലിയൊരു ക്യാമ്പയിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ ക്യാമ്പയിനിൽ പറയുന്നത് ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയുള്ള പോരാട്ടം എന്നാണ് ഈ ക്യാമ്പയിന്റെ ടാഗ് ലൈൻ. പക്ഷേ അക്ഷരാർത്ഥത്തിൽ നടക്കുന്നത് ഈ രാജ്യത്ത് നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളിൽപ്പെട്ട് ജയിലിൽ കഴിയുന്ന ആളുകൾക്ക് നിയമസഹായം നൽകുക, അവരെ വെള്ളപൂശിക്കൊണ്ട് പൊതുസമൂഹത്തിലേക്ക് അവരെ പുറത്തു കൊണ്ടുവരിക, ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ പ്രധാനമായും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എറണാകുളത്ത് ഒരു എക്സിബിഷൻ പോലും ഇവർ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓറഞ്ച് ജംസ്യൂട്ട് എന്ന പേരിലാണ് ഈ എക്സിബിഷൻ എറണാകുളത്ത് നടക്കുകയും ചെയ്യുന്നത്. ഈ എക്സിബിഷൻ വാളിലടക്കം അബ്ദുൽ നാസർ മദനി അടക്കമുള്ള ഭീകരവാദികൾക്ക് വെള്ളപൂശിക്കൊണ്ട് അവരുടെ ജയിലറയ്ക്കുള്ളിൽ അവർ അനുഭവിക്കുന്ന കൊടിയ യാതനകൾ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയുള്ള എഴുത്തുകളൊക്കെ വെച്ചുകൊണ്ടാണ് ഈ എക്സിബിഷൻ അവിടെ നടക്കുന്നത്. മറ്റൊന്ന്, ഇതിനോടനുബന്ധിച്ച് ഈ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ഈ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ നേതാക്കളായിട്ടുള്ള ആളുകൾ സംസാരിക്കുന്ന നേതാവായിട്ടുള്ള ജനറൽ ഹാരിഫ് അലി സാഹിബ് നടത്തിയ ഒരു പരാമർശമാണ്. ഈ പരാമർശത്തിൽ അദ്ദേഹം പറയുന്നത് രാജ്യത്തെ അന്വേഷണ ഏജൻസികളായിട്ടുള്ള NIA ചില കഥകൾ മെനയുകയാണ്, ഇരകളെ അവർ സ്വയം തെരഞ്ഞെടുക്കുകയാണ് എന്നുള്ളൊരു നരേഷൻ സൃഷ്ടിച്ചുകൊണ്ട് ആ രീതിയിലുള്ള പ്രസംഗമാണ് നടത്തിയിരിക്കുന്നത്. ഇത് ഈ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ഒരാശയമുണ്ട്. അതായത് രാജ്യത്തെ ഭരണഘടനാ സംവിധാനത്തെയും ഇത്തരത്തിലുള്ള അന്വേഷണ ഏജൻസികളുടെയും ഉള്ള വിശ്വാസ്യത തകർക്കാനുള്ളൊരു ശ്രമം ഈ ജമാഅത്തെ ഇസ്ലാമി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വിഭാഗം പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ദേശീയ അന്വേഷണ ഏജൻസികളെ പോലും ഈ രീതിയിൽ സംശയത്തിന്റെ നിഴലിലേക്ക് നിർത്താനുള്ള ശ്രമം നടത്തുന്നത്. മറ്റൊന്ന്, ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു കാര്യം, ഈ രാജ്യത്ത് നടക്കുന്ന ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്നത് ഹിന്ദുത്വ തീവ്രവാദികളാണ് എന്നുള്ള പ്രസ്താവന നടത്തുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ തികച്ചും വസ്തുതാപരമായിട്ടുള്ള പ്രസ്താവനകളാണ്. കാരണം അത് കൃത്യമായ അന്വേഷണ ഏജൻസികൾ പരിശോധിച്ചാലും നമുക്കത് മനസ്സിലാവുകയും ചെയ്തതാണ്. ഈ സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു നനേഷൻ വലിയ രീതിയിലുള്ള മുന്നോട്ട് വെക്കുകയും അത് സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിനിടയിലും ഒക്കെ വലിയ ബോർഡുകളുടെ രൂപത്തിലും എക്സിബിഷന്റെ രൂപത്തിലുമൊക്കെ വരുന്നത്. എന്തായാലും ഈ സാഹചര്യത്തിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായ അന്വേഷണത്തിന് വിധേയമാക്കണം. ഇവർക്ക് എങ്ങനെയാണ് ഇത്രയധികം ഫണ്ട് ലഭിക്കുന്നത്? കേവലം ജമാഅത്തെ ഇസ്ലാമി 2003 ഈ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എന്ന് പറയുന്ന സംഘടന ഉദയം ചെയ്യുന്നത്, നേതൃത്വം നൽകുന്നത്. അങ്ങനെയെങ്കിൽ ഈ സംഘടനയ്ക്ക് ഇത്രയധികം എക്സിബിഷനും മറ്റുമൊക്കെ നടത്താനുള്ള ഫണ്ട് എവിടെ നിന്ന് ലഭിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അന്വേഷണം വേണമെന്നാണ് പറയുന്നത്. ഓക്കെ അനഘ, വ്യക്തമാണ്. ജമാഅത്തെ ഇസ്ലാമിയും സോളിഡാരിറ്റിയും ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ ഭീകരവാദ കേസുകളിൽ, രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ ജയിലിൽ കഴിയുന്ന കൊടും ഭീകരന്മാരെ ന്യായീകരിക്കുന്ന ശ്രമങ്ങൾ തുടരുകയാണ്. അതിനായി അവർ പുതിയ തന്ത്രങ്ങൾ ക്യാമ്പസുകളിലും മറ്റും പയറ്റി തുടങ്ങുന്നു എന്ന കൃത്യമായ റിപ്പോർട്ടുകൾ കേന്ദ്ര ഏജൻസികളുടെ കൈകളിലുണ്ട്. അതിനാൽ ഇത്തരം സംഘടനകൾ വളരെ മുൻപ് തന്നെ IBയും NIAയും ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ റഡാറിൽ തന്നെയാണ്. അതിപ്പോഴും കൂടുതൽ വിശദമായി അവർ ഇത്തരം വിഷയങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുവെന്നാണ് ലഭ്യമാകുന്ന വിവരം. കോഴിക്കോട് നിന്ന് അനഘ ഹർഷനാണ് വിശദാംശങ്ങൾ നൽകിയത്.